ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ തേച്ച് എങ്ങോട്ടാണാവോ? ഇന്റർവ്യൂന്. അതിനിയും ഒരാഴ്ച കൂടിയില്ലേ? എന്തിനാ സാർ ജോലി വിട്ടു പോരാനായിട്ടേ. എന്താ കളിയാക്ക? സാർ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ സാധാരണ ജോലി വിടാറ്. ഞാനായിട്ട് ചെയ്യുന്നതാണോ? ജോലി ചെയ്യുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട്. പൊന്നു ഹരിചന്ദ്ര, മതി. 3 ആഴ്ചക്ക് മുമ്പ് ഇതേ ഡയലോഗിനല്ലേ മുഴിഞ്ഞത്? ഇങ്ങനെ മാസക്കണക്കിന് ഓരോ ജോലി അന്വേഷിക്കുന്നതിന് പകരമായിട്ടേ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്ന ഒരു ജോലി മാത്രം നോക്കിയാ പോരെ. എന്ന് പറഞ്ഞ് ആ AC ഉള്ള ജയിലിലെന്തൊന്നും എന്നെ കൊണ്ടൊന്നിരിക്കാൻ കഴിയില്ല. ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി ഉണ്ടാവണ്ടേ മനുഷ്യന്? അതെ അതെ, പഠിപ്പ് 4ാം ക്ലാസ് വരെ. അതിനിടയ്ക്കാണ് ഒരു സംതൃപ്തി ഇല്ലായ്മ വേറെ. എന്താ പറഞ്ഞേ? അങ്ങനെ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പേ നിന്റെ മുടി നരയ്ക്കുന്ന പറഞ്ഞേ. ഒരു മിനിറ്റ്. എന്താ എന്താണ്? എന്റെ തല നരയ്ക്കും. പക്ഷെ ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അത് അവിടെ ഇരുന്നോട്ടെ, വിട്ടേക്ക്. ഒരു വെള്ളമുടി ഒന്ന് പറിച്ചാൽ ബാക്കി മൊത്തം വെള്ളയാകുന്നേ. എന്നാരാ പറഞ്ഞേ? തല മുഴുവനും നരച്ചാളുടെ തലയിലെ ഒരു കറുത്തമുടി ഉണ്ടെങ്കിൽ അത് പറിച്ചാൽ എല്ലാം അങ്ങ് കറുത്തമുടിയാവും. അയ്യോ എന്റെ ഭഗവാനെ, അതിനിടയ്ക്കാണ് ഒരു മാങ്ങാതൊലി വേദാന്തം. വിട്ടേക്ക്. ചിലരൊക്കെ ആമസോൺ കാട്ടിൽ വളരുന്ന ചെടിയുടെ നീരെടുത്ത് മുടി വളർത്താൻ നോക്കുന്നു. ഈ തലയിൽ നരച്ച മുടി ആവശ്യം. കഴിക്കടാ മോനെ, ഒരു വറ്റും കൂടെ അല്ലേ ഉള്ളൂ. ആ മതി, നല്ല മോനാണേ. ഒരു വായ ആ പോവാ ചേട്ടാ. നിന്റെ ഫോൺ എടുത്തില്ലേ? എത്ര വൈകിയാലും വീട്ടിൽ വന്നിട്ടേ കഴിക്കാവൂ. ബാക്കി വയ്ക്കരുത്, ചീത്തയായി പോകും. ആ ചേച്ചി, മീന ഇന്നലെ പ്രസവിച്ചു എന്ന് കേട്ടു. സുഖപ്രസവം തന്നെയാ മോളെ, പക്ഷെ പെൺകുഞ്ഞായിപ്പോയി. എന്താ ചേച്ചി, കാലത്ത് ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? പെൺകുഞ്ഞ് ജനിച്ചാലേ ആ കുഞ്ഞിന്റെ അച്ഛനൊരു ഉത്തരവാദിത്തം ഉണ്ടാകൂ. അത് മാത്രമല്ല, ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് 2 അമ്മമാരെ കിട്ടില്ലേ? 3 പെങ്കച്ചങ്ങളുള്ള എനിക്കതൊന്നും തോന്നിയില്ലല്ലോ മോളെ. ഇപ്പൊ എനിക്ക് നല്ല ധൈര്യം കിട്ടി. ശരി, മീനയോട് ഞാൻ ഞായറാഴ്ച വന്ന് കണ്ടോളാന്ന് പറയും. എന്നാ പോട്ടെ. അപ്പൊ പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. റെയിൽ പാളം ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുഞ്ഞാണെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന കുട്ടിക്ക് 2 അമ്മ. അപ്പൊ ആദ്യം ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന കുട്ടിക്ക് 2 അച്ഛനാണോ? ആണോ? 2 അപ്പൂപ്പൻ. അല്ല മോളെ, ഒരുപാട് താമസിച്ചു പോയല്ലോ ഇന്ന്. തുണി ഉണങ്ങാനിട്ടിട്ടുണ്ടേ, മഴ വന്നാൽ അത് എടുത്തു വെച്ചേക്കണേ. മോളെ ഞാൻ എല്ലാം ഇതിന് മുമ്പ് വേണം. മാറക്കില്ല മോളെ, ഞാൻ എടുത്തു വെക്കാം. ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്തോണേ സാറേ, ഞാൻ വിളിച്ചോളാം. ദക്ഷിണ, നിന്റെ ഏട്ടത്തിക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ മോനെ? എന്ത് പറയാൻ, ഇപ്പോഴും ചേട്ടന്റെ ഒരേ വിചാരം. എടാ, അങ്ങനെ വിട്ട് കളഞ്ഞേക്കരുതേ. നീ വേണം അവിടെ മനസ്സ് മാറ്റിയെടുക്കാൻ. ഞാനാണെന്ന് ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശിക്കൊന്ന് പറഞ്ഞു. ഞാൻ നോക്കിയതാടാ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പോയാ അവളുടെ മുഖമൊക്കെ അങ്ങ് വാടി പോകും. ഹലോ സാറേ, ഇത് പിടിച്ചേ. ഒരു ഇന്റർവ്യൂവിന് പോകുന്നത് നല്ലൊരു ചെരുപ്പ് വാങ്ങിട്ടിട്ട് പോയാ മതി. ബൈ. എടാ കൊച്ചനെ, ചെരുപ്പ് വാങ്ങിക്കാൻ പോലും അവളാണോ കാശ് തരുന്നേ? ദേ നോക്ക്, അത്ര മോശക്കാരനൊന്നുമല്ല ഞാന്. സ്ഥിരമായിട്ട് ഒരു ജോലിക്കും പോകുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ. ഇന്റർവ്യൂവിന് പോകണമെന്നൊക്കെ പറഞ്ഞല്ലേ, എന്ത് ജോലിയാ മോനെ? അത് പോയെങ്കിലേ അറിയാൻ കഴിയൂ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പരമേശ്വരൻ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. പറഞ്ഞായിരുന്നു. എനിക്ക് ഈ റെക്കമെൻഡേഷൻ ഇഷ്ടമല്ലാത്ത കാര്യ. അതിരിക്കട്ടെ, വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് തെക്കേക്കരയിൽ വീട്ടിൽ ദക്ഷിണാമൂർത്തി എന്നാ. ഷോർട്ടായിട്ട് ചുരുക്കി ദക്ഷിണ എന്ന് വിളിക്കും. എടാ കൊച്ചനെ, ഇന്റർവ്യൂവിന് വരുമ്പോ ചോദിക്കുന്നതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. ചുരുക്കി പറഞ്ഞാലും നീളത്തിൽ പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ബിസിനസ്മാൻ മാത്രമല്ല, ബിസിമാൻ കൂടിയാണ്. ശരി സാർ. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒറിജിനലാ കേട്ടോ. ഇത് കൊള്ളാം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പാസ്പോർട്ട് ചോദിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് 4 ഉണ്ട്. ഇതെന്തുവാടാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവന്നിരിക്കണേ? എടാ പാസ്പോർട്ട് എന്ന് വെച്ചാ എന്താ സാറേ? പാസ്പോർട്ട് എന്താന്ന് പോലും നിനക്കറിയില്ലേ? സത്യമായിട്ട് അറിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ സെലക്ട്. ഇരിക്കും മോനെ. താങ്ക് യു സർ. ഈ ഒരു 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ അഡ്രസ് കൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് പാസ്പോർട്ട് എന്താണെന്ന് അറിയാത്ത നിനക്ക് ഇവിടെ ജോലി തരുമെന്ന് വിചാരിച്ചില്ലേ? നിന്നെ പോലത്തെ ഒരു മനമണ്ഡലം ഇവിടെ ജോലിയില്ല. യു ആർ അൺസെലക്ടഡ്. എന്താണോ നോക്കുന്നത്? പോളോ അനിയ ദക്ഷിണമൂർത്തി. എന്തോ ഇതൊരു ടെസ്റ്റ് ആണ്. നിന്റെ ക്ഷമയൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. നീ പാസ്സായടാ. യു ആർ സെലക്ടഡ്. സർ, ഇത് വിശ്വസിക്കാൻ നീ എന്നെ ചോദ്യം ചെയ്തു, എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നീ വീണ്ടും ഫെയിലായിരിക്കുന്നു. യു ആർ അൺസെലക്ടഡ്. ഗെറ്റ് ഔട്ട്. സോറി സാർ, സത്യത്തിൽ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ സാർ. എന്നോട് ക്ഷമിക്ക് സാറേ. എന്നാ ഞാൻ വരട്ടെ. മോനെ ദക്ഷിണ, എന്തോ ഇത് ഒരു ടെസ്റ്റ് തന്നെയാ. നിന്റെ വിനയം ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അയ്യോ സാറിന്റെ പാസ്സായിരിക്കുന്നു. യു ആർ സെലക്ടഡ്. ഇരിക്കും മോനെ. ഓ ശരി, താങ്ക് യു സാർ. വളരെ നന്ദിയുണ്ട്. ഞാനിങ്ങനെയൊക്കെയാണോ? ആരാണെങ്കിലും നല്ലപോലെ ടെസ്റ്റ് ചെയ്ത് ഞാൻ എടുക്കത്തുള്ളൂ. സോറി അനിയ. അതൊന്നും ഒരു കുഴപ്പമില്ല സാർ. എന്നാ മോനെ, ജോലി കിട്ടില്ലെന്ന് കരുതി പേടിച്ചു പോയോ? അതെ സാർ, ജോലി കിട്ടില്ലെന്ന് ഓർത്തപ്പോ പേടിച്ചു. ഓ മൈ ഗോഡ്, എന്താ അനിയത്? ഇതിന് മാത്രം പേടിച്ചു പോയോ? ഇങ്ങനെ ഒരു പേടിത്തുള്ള ഇവിടെ ജോലിയില്ല. യു ആർ അൺസെലക്ടഡ്. പോടാ, നീയും നിന്റെ ഒരു ജോലി. കൺഗ്രാചുലേഷൻ.
നിന്റെ ഈ ചങ്കൂറ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. യു ആർ സെലക്ടഡ്. ഇനി നിങ്ങൾ അൺസെലക്ടഡ് ആണെന്ന് പറയില്ലോ? ഒരിക്കലുമില്ല. ഇരിക്കുമോനെ. ഇതിനു മുന്നേ നീ എവിടെയായിരുന്നു ജോലി ചെയ്തത്? മദ്യക്കടയിലായിരുന്നു. എന്തിനാ ജോലി വിട്ടത്? എന്നെ അവര് അവിടുന്ന് നീ പറഞ്ഞു. എന്ത് ചെയ്തിട്ടാ? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചത്. അതിന് മാത്രം എന്ത് ചോദ്യാ ചോദിച്ചത്? ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഗവൺമെന്റ് എത്ര കഷ്ടപ്പെട്ടാ മദ്യക്കട നടത്തുന്നത്? പിന്നെ എന്തിനാണ് 10 രൂപ അധികം വാങ്ങുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അവരെന്നെ ഓടിച്ചു. ഞാനായിരുന്നെങ്കിൽ നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചേനെ. സാറേ, കിട്ടിയ ജോലി മര്യാദക്ക് ചെയ്താൽ പോരായിരുന്നോ? എഴുന്നേറ്റ് വാ. 70 കിലോ വളരെ കറക്റ്റ് ആണല്ലോ. ഹൈറ്റ് കുഴപ്പമില്ല. ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. വെയിറ്റ് എത്ര തൂക്കും? 70 കിലോക്ക് മേലെ. അത്രയൊക്കെ എടുക്കോ? എന്നാ ഇത് അങ്ങോട്ട് പിടി. എന്നതാണ് ഈ കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ ഇനി ഇതങ്ങോട്ട് പിടി. കൺട്രോൾ കൺട്രോൾ. എന്തുവാണ് ഒരു 10 പുഷ് പോലും എടുക്കാൻ പറ്റുന്നില്ലേ? ഈ നീയാണോ 70 കിലോ എടുക്കാൻ പോകുന്നത്? ഒരു തമാശക്ക് പറഞ്ഞ ഇതാണ് നിന്റെ പ്രധാന ടെസ്റ്റ്. അങ്ങനെ എടുക്ക. അങ്ങനെ You are almost late. എന്ന് വെച്ചാ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. വേണ്ടായിരുന്നു. പറയൂ ബേബി. കോഴിയൊന്ന് കറി വെക്ക്. ബാക്കിയുള്ള വറുത്ത് വെക്ക്. നാട്ടിൽ നിന്ന് മോറപ്പെട്ട് വന്നിട്ടുണ്ട്. മാണ്ട്രേക്കിന്റെ തലയുള്ള അവനൊരു മുറപ്പെണ്ണും. എന്നാ പറഞ്ഞ? എന്ത് ജോലിയാന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ നീ എന്ത് ജോലിയാന്ന് അറിയാതാണ് എഴുന്നള്ളിയത്. കം ടു ഫോളോ. അടുത്തുള്ള സ്റ്റേറ്റുകാർ ചെയ്യേണ്ട ജോലിയാ ഇപ്പൊ നമ്മള് ചെയ്യുന്നത്. എടാ മൊട്ട, ഇതിനു വേണ്ടിയാണ് നീ ഇത്രയും ബിൽഡപ്പ് കാണിച്ചേ. വണ്ടിയിലോട്ട് കയറോ. സാർ ഞാൻ കയറിയില്ല. വണ്ടി കയറിയില്ല. വണ്ടി ഒന്ന് നിർത്ത് സാർ. കയറിയില്ല സാറേ. താനെന്തേ കാണിക്കുന്നത്? നിന്റെ സ്റ്റാമിന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. Now only you are really selected. എന്തോന്നാ ഇത്? പഴയ പാട്ടൊക്കെ കേൾക്കുന്നത്. ഇതാണ് പാട്ട്. അനിയ, നീ ഒരു തൊഴിലാളിയാണെന്നുള്ള ഓർമ്മ എപ്പോഴും നിനക്ക് വേണം. അല്ലെങ്കിൽ ഈ ബോസ് പിച്ചക്കാരനായി പോകും. ഏതാ ബോസ്? ഈ ഞാൻ തന്നെ. പാട്ട് മാറ്റോ. അനിയ, നീ ഇവിടെ ഭംഗി നോക്കാൻ വന്നാണോ? ജോലിയാൻ വന്നല്ലേ? ദക്ഷിണ വാ. 120 കാലിക്കാനുണ്ടാവും. വെള്ളം നിറച്ചതിന് ശേഷം എണ്ണി വേണം കയറ്റാൻ. മനസ്സിലായോ? നമസ്കാരം. എന്തരടാ മുരുക, ചെറുക്കനെന്തര് ചൊവ്വാണാ? എവിടെ ചേട്ടായി? ചെറുക്കന ഇപ്പൊ കുട്ടിക്കളി കൂടില്ല. കൊച്ചു പയലട് ഇങ്ങനെയൊക്കെയല്ലേ കാണൂ. ചിലപ്പോഴൊക്കെ നല്ല പയ്യനാ. നല്ലതാണോ ചീത്തയാണോ കുറച്ച് കഴിയുമ്പോ അറിയാം. എനിക്ക് എന്റെ കമ്പനി റൂൾസ് ഫോളോ ചെയ്താൽ മാത്രം. ചേട്ടാ, ഈ നോട്ട് എടുക്കില്ല. എന്തര് ചേട്ടാ? അത് കള്ളനോട്ടാ. കള്ളാട്ടാ? നീ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചേ? ചേട്ടാ, അതൊക്കെ സിമ്പിൾ അല്ലേ? നോട്ടിങ്ങനെ തട്ടി നോക്കുമ്പോഴേ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് കണ്ടോ? ഈ ത്രികോണത്തിന് അവിടെ നല്ല പരുക്കനായിരിക്കും. കണ്ണ് കാണാത്തവർ ഇങ്ങനെ ആയിരിക്കും നോട്ട് ചെക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 500 നോട്ടിനകത്തൊരു വട്ടവും കാണും. 1000 നോട്ടിനകത്തൊരു ഡയമണ്ടും കാണും. ഈ 100 എന്ന് പറയുന്ന നമ്പർ നേരെ നോക്കിയാൽ പകുതിയായിട്ടും വെളിച്ചത്തിൽ നോക്കിയാൽ മുഴുവനായിട്ടും കാണാം. പിന്നെ ഈ നോട്ടിൽ കാണുന്ന 500 നമ്പറില്ലേ, ഇങ്ങനെ പിടിച്ച മഞ്ഞ കളറായിട്ടും നേരെ പിടിച്ച പച്ച കളറായിട്ടും കാണാം. എടാ അപ്പി, ഇവ എന്തൊരു പറയണത്? നിന്റെ മുതലാളിക്ക് തലയ്ക്ക് പുറത്തൊന്നുമില്ലെങ്കിലും തലയ്ക്ക് അകത്തുണ്ടല്ലേ ഓഞ്ഞ ബുദ്ധിയാ. ഈ മൊട്ടയെ കണ്ട് നീ പഠിക്കണം. ചോദിക്കരിയാ. 5 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെയുള്ള നോട്ടിലെല്ലാം എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്? അത് പറ. അല്ല പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ഫോട്ടോ എടുത്ത് വെക്കണോ? റേഷനൊക്കെ കഴിക്കുന്ന നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നേ? ക്യാനൊക്കെ എടുത്ത് വെച്ചോ. എന്നാ വണ്ടി കയറ്. ഈ കടയിലേക്ക് ഡെയിലി 6 ക്യാൻ കൊടുക്കണം. കാലിക്കാൻ എടുക്കുമ്പോ ഓട്ടോ ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? അത് പിന്നെ എങ്ങനെ ബസ് ചെക്ക് ചെയ്യും? ഞാനൊക്കെ ഒന്ന് കറക്കി നോക്കേ, അല്ലെങ്കിൽ അതിന്റെ അടി നോക്കേ. അത് കഴിഞ്ഞും ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്നാ പിന്നെ സൈക്കിൾ കട കൊണ്ട് കാറ്റടിച്ച് നോക്ക്. എന്നാ ഊളനാണ്. പോയി കാനെടുത്തിട്ട് പോകാം. ശരി സാർ. ചേട്ടായി പോവാ. ആദ്യ ദിവസം തന്നെ മുടിഞ്ഞ ടോർച്ചറാണ്. എന്റെ പടച്ചോനെ, അരിയല്ലേ പോയല്ലോ. മതി മോളെ, മതി.
വലിയ സാരമില്ല ഉപകാരമുണ്ട് മുത്തശ്ശ, മോളെ. സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. എല്ലാറ്റിനും ഇങ്ങനെ വെറുതെ ധൃതി വെക്കരുത്. ശരി മോളെ. എന്തേത്? എടാ, ബോസ് എന്ത് പറ്റിയടാ നിനക്ക്? അത് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല. ഞാനെടുത്തിട്ട് വേണോ റെസ്പോൺസിബിൾ ഫെലോ. എടാ, ഇങ്ങോട്ട് വരുമ്പോ സൂക്ഷിച്ചൊക്കെ വന്നു, അല്ലെങ്കിൽ ഇടി കൊണ്ട് പഞ്ചറാവും. അതൊക്കെ മനസ്സിലായല്ലോ. ഫാന്റാസ്റ്റിക്, സൂപ്പർ ആയിട്ടുണ്ട് സാറേ. സാക്ഷാൽ മുഹമ്മദ് അലി പോലെയല്ലേ ഫൈറ്റ് ചെയ്തത്. സാറൊക്കെ ഹീറോ ആയി കഴിഞ്ഞാ ബാക്കിയുള്ള നടന്മാരെല്ലാം വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഐ ക്യാൻ ഡു ട്രൈ. സാക്ഷാൽ കർണന്റെ മനസ്സാണ് സാറിന്. ഇവൻ ഹീറോ ആയ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലിരിക്കണമെന്നാണ് പറയുന്നത്. ഈ മാക്രി ഹീറോ ആണല്ലോ, സീറോ ആണല്ലോ. ഇതുപോലെ ചുമ്മാ പൊക്കി കൊടുത്താൽ മാത്രം മതി. കാശ് തന്നെ ഇങ്ങോട്ട് വന്നോളും. ഇങ്ങനെ ആൾക്കാരെ സോപ്പിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ജീവിതമാണ് ബോസേ. പോക്കറ്റ് നിറഞ്ഞ കണ്ടോ? ആ ശരിയാണ്. അപ്പൊ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നീ ആളെ ഹരിച്ചതിന്റെ മോനോ? വാ, come on, follow me, follow me. സോറി സാറേ. അനിയൻ പുതിയ ആളാ? അതെ സാറേ, ഞാൻ ഇന്നാ ജോയിൻ ചെയ്തേ. എന്താടാ, കണ്ടിട്ട് പഠിച്ച ആളെ പോലെ ഉണ്ടല്ലോ, എന്നിട്ട് നിനക്ക് ഈ പണിയാണോ കിട്ടിയുള്ളൂ? എന്റെ പഠിത്തം വെച്ച് നോക്കുമ്പോൾ ഈ ജോലി എനിക്ക് നല്ലത്. ഒരുപാട് പഠിച്ച യോഗ്യന്മാർ ഞങ്ങളെപ്പോലെ പഠിക്കാത്ത ആളുകളുടെ നിന്ന് ശമ്പളം വാങ്ങുന്നതെന്ന് നിനക്കറിയാവോ? ഇന്നത്തെ കാലത്ത് പഠിച്ചോ ഇല്ലയോ എന്നതിലൊന്നും വലിയ കാര്യമില്ല. നിന്റെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നാണ് കാര്യം. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇതുവരെ ആയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. എന്നാ ശരി, കാണാം. ശരി വരാം സാർ. ചേട്ടാ, ചേട്ടൻ എന്ത് കണ്ടിട്ട് അവനോട് ചുമ്മാ ഇതൊക്കെ പറയുന്നത്? പണത്തിന്റെ ആവശ്യമാടാ. എടാ, ആ ഫൈനാൻസ് കമ്പനി മാനേജർ എന്താ പറഞ്ഞേ? ഭയങ്കര സംസാരമായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ജോലിയാണോ? ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്ന ചോദിച്ചേ. അയാൾ അങ്ങനെ ചോദിച്ചോ? അതെ ബോസേ. അത് വിട്ടുകളാ. പറഞ്ഞത് പറഞ്ഞു. ബോസ്, എന്തുവാടാ? എന്റെ ശമ്പളം എത്രാന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് നേരത്തെ ഞാൻ ഷൂറായിട്ട് തിരിക്കും. ഹലോ, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി സാറേ? ഞാൻ എന്തൊക്കെയോ മനസ്സിൽ പ്രതീക്ഷിച്ച് എവിടേക്ക് വന്ന് അവസാനം ഇവിടെ വെള്ളം കൊടുക്കുന്ന ജോലിയായി. വാറിലിരുന്ന് വെള്ളം അടിക്കുന്നവന് സൈഡിസ് കൊടുക്കുന്ന ജോലിയെക്കാളും ഇത് എത്രയോ ഭേദാ. എന്നാരാ പറഞ്ഞത്? ഇന്ന് ഒരു ദിവസമേ കാണുള്ളൂ ജോലി. ഇതൊക്കെ ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാ. യെസ് ബോസ്. ഈ സ്ഥലമുണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാ. നീ ഇവിടെ റോബോട്ട് പോലെ ക്യാൻ മേളിലോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യണം. നിന്റെ കണ്ണ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? ബോസേ, ഒരു പെണ്ണ് നേരെ വന്ന കണ്ണി നോക്കാതെ മണ്ണി നോക്കുന്നവനാണ്. അങ്ങനെയാണോ? എന്നിട്ടാ ബോസ് എന്നെ ഇങ്ങനെ സംശയിച്ച്. ചേച്ചി, ഞാനൊന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് വരാട്ടോ. ആ ശരി മോളെ. എടി ജ്യോതി, ഒന്ന് വേഗം. സമയം ഒരുപാട്. എന്റെ പേര് ദർശൻ എന്നാ. അതിന് ഞാനെന്ത് വേണം? എനിക്കൊരു കുഴപ്പമുണ്ടേ. ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ പേര് ഞാൻ അവരോട് അങ്ങ് പറയും. ഈയുടെ പേരെന്താ? എന്തിനാ? ഇനി വേറൊരു ശീലം കൂടെ ഉണ്ട് എനിക്ക്. ആരെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടോ ഉടനെ അവരുടെ പേര് ഞാൻ ചോദിക്കും. എനിക്കൊരു ശീലമുണ്ട്. ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ എന്റെ പേര് പറയൂ. ശരി, വേണ്ട. എപ്പോ ഇഷ്ടപ്പെടുന്ന അപ്പൊ പറഞ്ഞാൽ മതി. എന്നാ അത് മാത്രം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്ത്? എന്റെ മനസ്സ്. ഓരോ അരിമണിയോ ഒന്ന് വാരി കൊടുത്തില്ലേ, അതെന്റെ മനസ്സിലുണ്ട്. ഇയാളെപ്പോഴാ കണ്ടത്? ബോസേ, ഇതെന്താ ലോറി കയറി തവളപ്പില കിടക്കുന്നേ? അയ്യോ, കുടുങ്ങി കിടക്കോടാ, വന്ന് എടുത്തു മാറ്റടാ. അയ്യോ, ഈ ഇതെല്ലാം എന്നെ ഒന്ന് പൊക്കിയെടുക്കടാ. ശരി ശരി, സോറി ബോസേ. നീ എന്റെ മെയിൻ പോയിന്റ് തകർത്ത് കളഞ്ഞല്ലോടാ. സോറി ബോസേ, എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. ഓക്കെ ബോസേ, ഏതോ ഒരു ബാബി വിളിക്കുന്നു. അത് ബാബിയല്ലടാ, ബേബി. എന്റെ മോറപ്പെണ്ണ്. എന്താന്ന് ചോദിക്ക്. എന്താ കാര്യം ബോസ് ചോദിക്കാൻ പറഞ്ഞു. അവിടെ ഒരു കോഴിക്കറി കാട്ടിയടാ. എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇനി ഒരു മാസത്തേക്ക് മുട്ട പോലും കഴിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. സോറി ബോസ്, ബോസിന്റെ മുറപ്പെണ്ണ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഇടയ്ക്ക് നിന്റെ ഒരു ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ എന്താ ബോസേ? ഇവനെ കൊണ്ട് തോറ്റു. എന്നെ ഒന്ന് പൊക്കടാ. നല്ല തമാശ. എന്നിട്ട് അയാളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഇത്രയും വലിയൊരു ഐസ് കെട്ട നടുവിൽ കെട്ടി വെച്ചിട്ട് കോഴി ഇറച്ചതിന്റെ നന്നായിട്ട് വരട്ടെ ചുമ്മാ ഇവരുടെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചേർന്ന് ചിരിക്കില്ലേ? എന്റെ മുത്തശ്ശി ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു മോളെ, നിങ്ങൾ കഴിക്കും. ശരി. എടുത്ത ഒരു കാര്യം, ഇത് നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ?
നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കാണണ്ടാന്ന്. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? എന്നോട് ഇപ്പൊ എന്തിനാ കല്യാണം കഴിക്കാൻ പറയുന്നേ? ഞാൻ സന്തോഷമായി ജീവിക്കാനോ? ഒന്ന് മനസ്സിലാക്കിക്കോ, ഇനി ഒരു കല്യാണം കൂടി കഴിച്ചാൽ എന്റെ ഉള്ള സന്തോഷം കൂടി ഇല്ലാണ്ടാവും. അതല്ല, ഞാൻ നിനക്കൊരു ഭാരമാണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്ക്, ഞാൻ എവിടേക്കെങ്കിലും പോക്കോളാം. ദിവസം കഴിക്കുന്ന ദോശനിയാ, കഴിച്ചാട്ടെ. ആ പിന്നെ നാളെ എവിടെ ഇന്റർവ്യൂ? എന്തോന്നിനാ? ഈ ജോലി ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ? അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചത്. പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേ 10 പേർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് നല്ല പുണ്യമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ആ പുണ്യപ്രവൃത്തി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഏതോ പെൺകൊച്ചിനെ കണ്ട പോലെയുണ്ടല്ലോ. പെണ്ണോ? പെൺകൊച്ചല്ല, നിന്റെ ഈ നാണം കണ്ടിട്ട് സഹിക്കുന്നില്ല. പറ, എവിടെയാ കണ്ടേ? എക്സ്പോർട്ടില്. പെൺകൊച്ച് എങ്ങനെയുണ്ട്? പനങ്കുല പോലുള്ള കൂന്തൽ, മാൻമേഴി കണ്ണ്, തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾ, വാഴപ്പിണ്ടി പോലുള്ള കാലുകൾ. പിന്നെന്താ, വെണ്ടയ്ക്ക വിരലാണോ? വലിയൊരു ഫോണും കയ്യിൽ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. നിനക്ക് അവളുടെ ഒരു ഫോട്ടോ എടുക്കായിരുന്നില്ലേ? ശരിയാണല്ലോ പറഞ്ഞത്. നാളെ എടുക്കുന്ന